സിറിയൻ ആഭ്യന്തര യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. സിറിയൻ വിമതസേന തെക്കൻ പട്ടണമായ സനാമൈൻ പിടിച്ചെടുത്ത് തലസ്ഥാനമായ ഡമസ്കസിന്റെ 20 കിലോമീറ്റർ ഉള്ളിലേക്ക് 12 മൈൽ അകത്തേക്ക് മുന്നേറിയതായി വിമത കമാൻഡർ ഹസൻ അബ്ദുൽ ഗനി അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം ആരംഭിച്ച വിമത സഖ്യത്തിന്റെ കമാൻഡറാണ് അബ്ദുൽ ഗനി. ഡമസ്കസിൽ നിന്ന് ജോർദാനിലേക്കുള്ള പ്രധാന ഹൈവേയിലാണ് സനാമൈൻ സ്ഥിതി ചെയ്യുന്നത്. തെക്കൻ പ്രവിശ്യയിലാണ് ഇത്. വടക്ക് ഭാഗത്ത് അലപ്പോ, മധ്യഭാഗത്ത് ഹമ, കിഴക്ക് ദേറൽസോർ എന്നിവ പിടിച്ചെടുത്തതിന് പുറമെ തെക്കൻ ക്യുനൈത്ര, ദേര, സുവൈദ എന്നിവയും പിടിച്ചെടുത്ത് തലസ്ഥാനത്തിന്റെ ഉള്ളിലേക്കാണ് വിമത സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്തിനും മെഡിറ്ററേനിയനും ഇടയിലുള്ള പ്രധാന ക്രോസ് റോഡായ ഹോംസ് പിടിച്ചെടുക്കുന്നത് തടയാൻ കനത്ത പോരാട്ടം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. കടുത്ത പ്രതിരോധം തീർക്കുന്നതിന് ഹോംസ് ഒരു തലത്തിലും വിട്ടുകൊടുക്കാതിരിക്കാൻ ഹോംസ് പ്രതിരോധത്തെ സഹായിക്കാൻ പാൽമിറയിൽ നിന്ന് വലിയ സൈന്യ സന്നാഹങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ബഷാർ അൽ അസദിന് അത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഹോംസ് വളരെ തന്ത്രപ്രധാനമായതിനാൽ അത് നിലനിർത്താനുള്ള പോരാട്ടമാണ് അസദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഴക്ക് സിറിയൻ കുർദിഷ് പോരാളികളുടെ നേതൃത്വത്തിലുള്ള US പിന്തുണയുള്ള സഖ്യം വിശാലമായ മരുഭൂമിയിലെ ബഷാർ ഗവൺമെന്റിന്റെ പ്രധാന അടിത്തറയായ ദീർ അൽ സോർ വെള്ളിയാഴ്ച പിടിച്ചെടുത്തിരുന്നു. ഇത് ഇറാഖിലെ സഖ്യകക്ഷികളുമായുള്ള അസദിന്റെ ബന്ധത്തെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. കിഴക്കൻ സിറിയയിലെ ദാറുൽ സൗറും കുർദിഷ് പിന്തുണയുള്ള വിമതർ ഇന്നലെ കീഴടക്കിയിരുന്നു. നവംബർ 27 മുതലാണ് HTSന്റെ നേതൃത്വത്തിൽ വിമതർ മുന്നേറ്റം ശക്തിപ്പെടുത്തിയത്. ഇറാനും റഷ്യയുമാണ് സിറിയയിലെ അസദ് ഭരണകൂടത്തെ പിന്തുണക്കുന്നത്. വിമതരെ തുരത്താൻ റഷ്യ വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയിരുന്നെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. സിറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യ തങ്ങളുടെ പൗരന്മാർ ഉടൻ സിറിയ വിടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സിറിയയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരോടും ഉടൻ രാജ്യം വിടണമെന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ലോകശക്തികൾ രണ്ട് ഭാഗത്തും നിലകൊള്ളുന്ന ഒരു പ്രത്യേക യുദ്ധമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അസദിനെ തകർക്കാനുള്ള പാശ്ചാത്യ നീക്കം നടന്ന ഘട്ടത്തിലൊക്കെ ഇറാനും റഷ്യയുമാണ് അസദിനെ സഹായിച്ചിരുന്നത്. ഇത്തവണ പിടിവിടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.